Kpsc മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് 7ാം ക്ലാസ് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ആകാംക്ഷ എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ആകാംക്ഷ. ഓപ്ഷൻ എ ഉത്കണ്ഠ, ബി അറിയാനുള്ള ആഗ്രഹം, സി ജിജ്ഞാസ, ഡി എല്ലാം ശരി. ഏതാണ് അർത്ഥം വരാത്ത പദം? കിട്ടിയോ? അതെ, അത് തന്നെ, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അല്ലേ. ആകാംക്ഷ എന്നതിന് ഉത്കണ്ഠ, അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ എന്നൊക്കെ അർത്ഥമുള്ള പദങ്ങളുണ്ട് അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അണിയറ എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഓപ്ഷൻ എ അണിയാനുള്ള അറ, ബി വേല ചെയ്യുന്നവർ, സി വിധാനം, ഡി എല്ലാം ശരി. ഇത് എളുപ്പമല്ലേ? അത് തന്നെ, ഓപ്ഷൻ എ അണിയാനുള്ള അറയാണ് അണിയറ എന്ന് പറയാ അല്ലേ. അത് ഒറ്റപ്പദമായി മാറിയതാണ് അല്ലേ. വേല ചെയ്യുന്നവരെ ദേഹണ്ടക്കാർ എന്നാണ് പറയാ. ദേഹണ്ടക്കാർ, അതായത് പദത്തിന്റെ അർത്ഥമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നവർ എന്നാണ് അർത്ഥം. വിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിധാനം അലങ്കാരം എന്നാണ് അർത്ഥം. നമ്മൾ 6th സ്റ്റാൻഡേർഡിൽ അലങ്കാരത്തിന് വേറൊരു പദവും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുള്ളവർ കമന്റ് ചെയ്യാട്ടോ. പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ, അതിനു വേണ്ടിയിട്ടാ. ശരി. പിന്നെ അതുപോലെ തന്നെ അണിയാനുള്ള അറ അണിയറയാണ് എന്ന് പറഞ്ഞു. എന്ത് അണിയാനുള്ള അറയാണ്? അല്ലെങ്കിൽ ആരാണ് അവിടെ അണിയുന്നത്? അതായത് ആട്ടക്കാരും നാടകക്കാരും ഒക്കെ വേഷം കിട്ടുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? ഈ അണിയറ എന്ന് പറയുന്നത്. കിട്ടിയോ? ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. യവനിക എന്ന പദത്തിന്റെ തെറ്റായ അർത്ഥം ഏതാണ്? തെറ്റായതാണ്. ഓപ്ഷൻ എ തിരശീല, ബി മറ, സി അണിയം, ഡി ഇവയൊന്നുമല്ല. എളുപ്പല്ലേ? അത് തന്നെ, ഓപ്ഷൻ സി അണിയമാണ് തെറ്റായ പദം. അണിയം എന്ന് പറഞ്ഞാൽ വള്ളത്തിന്റെ മുൻഭാഗമാണ്. വള്ളം പറഞ്ഞാൽ അറിയില്ലേ? ഇപ്പൊ വള്ളം എന്ന് പറഞ്ഞാൽ തോണി എല്ലാം എടുക്കാട്ടോ. ബോട്ട്, തോണി എന്ത് വേണേലും എടുക്കാം. എല്ലാറ്റിനും ഒരു മുൻഭാഗവും ഉണ്ടാവും, പിൻഭാഗവും ഉണ്ടാവും. അതിൽ മുൻഭാഗത്തിനാണ് എന്ത് പറയാ? അണിയം എന്ന് പറയാം. അപ്പൊ പിൻഭാഗത്തിന് എന്തായിരിക്കും പറയാ? അമരം. അമരം എന്നാ പറയാ. അണിയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അമരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. വിഷണ്ണൻ എന്ന പദത്തിന് അർത്ഥം എന്താണ്? വിഷണ്ണൻ. ഓപ്ഷൻ എ വിഷാദിച്ചവൻ, ബി വ്യസനിച്ചവൻ, സി ഉത്സാഹം ഇല്ലാത്തവൻ, ഡി എല്ലാം ശരി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, എളുപ്പം തന്നെയാണ് അല്ലേ. അത് തന്നെ, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. സംഭ്രമം എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഓപ്ഷൻ എ ഇടറിയ ശബ്ദം, ബി സത്യാവസ്ഥ, സി ക്ഷമയില്ലായ്മ, ഡി പരിഭ്രമം. ഏതാണ് ഈ പദത്തിന്റെ അർത്ഥം? കിട്ടിയോ? അത് തന്നെ, ഓപ്ഷൻ ഡി പരിഭ്രമമാണ് എന്താണ് സംഭ്രമം എന്ന പദത്തിന്റെ അർത്ഥം. നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടും അവസാനിക്കുന്നത് ഭ്രമം എന്ന പദത്തിലാണ് അല്ലേ. ക്ഷമയില്ലായ്മയെ നമ്മൾ എന്താ പറയാ? അക്ഷമ എന്നാണ് പറയാ അല്ലേ. ബാക്കി രണ്ടും നമ്മൾ അടുത്ത് തന്നെ പഠിക്കുന്നുണ്ടേ. ആ ചോദ്യം എത്തുമ്പോൾ മനസ്സിലാക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. ഹർഷം മുതലായവ നിമിത്തം ഉണ്ടാകുന്ന ബദ്ധപ്പാട് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ഗദ്ഗതം, ബി ഗദ്ഗതം, സി സംഭ്രമം, ഡി അജ്ഞാതം. ഏതാണ് വരുന്ന പദം? എളുപ്പമല്ലേ? അത് തന്നെ, ഓപ്ഷൻ സി സംഭ്രമമാണ് വരുന്ന പദം. ഗദ്ഗതം ശരിയായ രീതിയിൽ എഴുതുന്നത് ബി ആണ് കേട്ടോ, ഗദ്ഗതത്തിന്റെ. അജ്ഞാതം എന്ന് പറയുന്നത് എന്താണ്? അറിയപ്പെടാത്തത് എന്നാണ് അർത്ഥം. അനന്തം അജ്ഞാതം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമുക്ക് അറിയാത്ത കാര്യങ്ങൾ എന്താണ്? അനന്തം, അങ്ങട് അവസാനം ഇല്ലാണ്ട് കിടക്കുകയാണെന്ന് അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. ദുരിശം എന്നർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ എ വേഗം, ബി തിടുക്കം, സി ദ്രുതഗതി, ഡി മന്ദം. ഇത് എളുപ്പമല്ലേ? നിങ്ങൾക്ക് ഓൾ വൺ ഔട്ടായിട്ട് എടുക്കാൻ പറ്റും അല്ലേ. അത് തന്നെ, ഓപ്ഷൻ ഡി മന്ദമാണ് വരാത്ത പദം. മന്ദം എന്നാൽ എന്താണ്? പതുക്കെ എന്നുള്ള അർത്ഥമാണ്. വേഗം, തിടുക്കം, ദ്രുതഗതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. ദുരിശം എന്നൊരു അർത്ഥം കൂടെ ഉണ്ട് വേഗത്തിന് കേട്ടോ. ദുരിശം, ദുരിശം, അത് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. നിഷ്ക്രമിക്കുക എന്നർത്ഥം വരാത്ത പദം ഏതാണ്? വരാത്തതാണ്. ഓപ്ഷൻ എ പുറത്തു പോകുക, ബി വെളിയിൽ വരിക, സി പുറപ്പെടുക, ഡി ഇവയൊന്നുമല്ല. ഏതാണ് വരാത്ത പദം? നല്ല രസമുണ്ടല്ലേ, പുതിയ പുതിയ പദങ്ങളാണല്ലേ. ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് അടക്കാം. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല കേട്ടോ. ഇതെല്ലാം അർത്ഥം വരുന്നതാണ്. പുറത്തു പോകുക എന്ന് പറഞ്ഞാലും, വെളിയിൽ വരിക എന്ന് പറഞ്ഞാലും, പുറപ്പെടുക എന്ന് പറഞ്ഞാലും എന്താണ്? നിഷ്ക്രമിക്കുക എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. ഇടറിയ ശബ്ദം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? വരുന്നതാണ്. ഓപ്ഷൻ എ നിസ്സഹായത,
ബി ഗദ്ഗതം, സി അവബോധം, ഡി ആത്മാലാപം. ഏതാണ് ഇടറിയ ശബ്ദം? കിട്ടിയോ? അത് തന്നെ, ഓപ്ഷൻ ബി ഗദ്ഗതമാണ് ഇടറിയ ശബ്ദം എന്ന പദത്തിന്റെ അർത്ഥം. അവബോധം എന്ന് പറഞ്ഞാൽ എന്താണ്? അവബോധം എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ് അർത്ഥം. ആത്മാലാപം എന്ന് പറഞ്ഞാൽ സ്വയം സംസാരിക്കുക, സ്വയം സംസാരം എന്നാണ് അർത്ഥം. ഈ ഗദ്ഗതം എന്ന് പറഞ്ഞാൽ ഇടറിയ ശബ്ദമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. ഇടറിയ ശബ്ദം എന്തുകൊണ്ടാണ് ഇടറിയ ശബ്ദം ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എന്താണ് ഈ പദത്തിന്റെ എക്സാക്ട് മീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ സങ്കടം കൊണ്ടോ നമ്മുടെ തൊണ്ട ഇടറി ഉണ്ടാവുന്ന ശബ്ദത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗദ്ഗതം എന്ന് പറയുക. നമുക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടം വരുന്ന സമയത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ തൊണ്ട ഇടറും അല്ലേ? അതാണ് ഈ ഗദ്ഗതം. ഇനിയിപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ ഈ പദങ്ങളൊക്കെ ഓർത്ത് വെക്കുക, സന്തോഷം വന്നാലും സങ്കടം വന്നാലും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക ഓരോ പദങ്ങളെയും. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. പ്രഥമം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓപ്ഷൻ എ ഒന്നാമത്തേത്, ബി ആദ്യത്തേത്, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ്? അത് തന്നെ, ഓപ്ഷൻ സി രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. വിളംബരം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ പരസ്യം, ബി രാജകീയ പരസ്യം, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഇതും നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ പഴയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ വിളംബരം തന്നെ 2 പ്രാവശ്യത്തോളം നമ്മൾ എഴുതി പഠിച്ചതാണ്. ഏതാണ്? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ ബി എന്ന് കരുതിയാൽ തെറ്റിട്ടോ. ഓപ്ഷൻ സി ആണ്, പരസ്യമെന്നും രാജകീയ പരസ്യമെന്നും അർത്ഥമുണ്ട് വിളംബരം. രണ്ടും തെറ്റല്ല, രണ്ടും ഉപയോഗിക്കും അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. അകളങ്കം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ കളങ്കമില്ലാത്ത, ബി മലിനമല്ലാത്ത, സി കുറ്റമറ്റ, ഡി എല്ലാം ശരി. ഏതാണ് വരുന്ന പദം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് അടക്കാം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അക്കളങ്കം, കളങ്കം ഇല്ലാത്ത, കളങ്കം അക്കളങ്കം, കളങ്കത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം. കളങ്കമില്ലാത്ത, മലിനമല്ലാത്ത, കുറ്റമറ്റ എന്നുള്ള അർത്ഥമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. അന്തരം എന്നർത്ഥം വരാത്ത പദമാണ്. ഏതാണ്? ഓപ്ഷൻ എ ഉൾഭാഗത്തുള്ളത്, ബി വ്യത്യാസം, സി അകായിൽ, ഡി എല്ലാം ശരി. ഏതാണ് വരാത്ത പദം? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് അടക്കാം. ഓപ്ഷൻ സി അകായിലാണ് തെറ്റായ പദം. അകായിൽ എന്ന് പറഞ്ഞാൽ വീടിനകത്ത് എന്നാണ് അർത്ഥം. ഉൾഭാഗത്തുള്ളത് അന്തരം എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. വ്യത്യാസം നമ്മൾ പറയില്ലേ അജഗജാന്തരം, ആനയും ആടും എന്നുള്ള വ്യത്യാസം, അവിടെ അന്തരം പറയാറുണ്ട് അല്ലെ. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. ആഗ്രഹിക്കാത്തത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ കാമ്യം, ബി അഭിലഷണീയം, സി രണ്ടും ശരി, ഡി രണ്ടും തെറ്റ്. ഏതാണ് വരുന്ന പദം? നമ്മൾ പഴയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പദമേ പഠിച്ചിട്ടുള്ളൂ. ഓപ്ഷൻ സി രണ്ടും ശരിയാണ് കേട്ടോ. അഭിലഷണീയം എന്ന് പറഞ്ഞാലും കാമ്യം എന്ന് പറഞ്ഞാലും എന്താണ്? ആഗ്രഹിക്കത്തക്കത് എന്നുള്ള അർത്ഥമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം. അരങ്ങ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ നടനവേദി, ബി അഭിനയ സ്ഥാനം, സി വേദി, ഡി എല്ലാം ശരി. ഏതാണ് അരങ്ങ്? കിട്ടിയോ? ശരി, നമുക്ക് ഉത്തരത്തിലേക്ക് അടക്കാം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. നടനവേദി, അഭിനയ സ്ഥാനം, വേദി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അരങ്ങ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് ഇന്നത്തെ 15 പദങ്ങൾ. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും 5th സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചു തുടങ്ങിയാൽ മതി. അതിനു മുന്നേ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കണ്ടോളൂ, കുഴപ്പമില്ല. പക്ഷെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? 5th സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ച് തുടങ്ങണം. ഓക്കെ, ഈ വീഡിയോ ഒരു 2-3 ആവർത്തി കണ്ടാൽ തന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. അതേപോലെ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തരം തിരിച്ച് പ്ലേലിസ്റ്റ് ആക്കി അതിന്റെ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കണ്ട് പഠിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ എല്ലാ ക്ലാസ്സുകളുടെയും ചോദ്യങ്ങൾ മാത്രമായിട്ടുള്ള PDF അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലഗ്രാം ചാനലിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് ക്ലാസ് ഉണ്ടാവുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.